trigonometric functions part 8. Part 6, part 7 നമ്മൾ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ പ്രോപ്പർട്ടീസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്തത്. പാർട്ട് 8 11 പ്രോബ്ലംസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ 11 പ്രോബ്ലംസ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ട് നന്നായിട്ട് ചെയ്ത് പഠിക്കണം. More problems using properties of inverse trigonometric functions. First one, write in simplest form. Tan inverse cos x minus sin x divided by cos x plus sin x, x less than pi. ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഇക്വേഷൻ ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ച ഇക്വേഷൻ ആണ് tan a minus b equal to tan a minus tan b divided by 1 plus tan a tan b. ഈ ഒരു ഇക്വേഷൻ നമ്മൾ അപ്ലൈ ചെയ്യണം. അതിനു മുമ്പേ നമ്മൾ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഫോർമുല നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരും. അതായത് ഇവിടെ നമുക്ക് 1 കിട്ടണം. ഇപ്പോൾ ഇവിടെ കോസ് എക്സ് ആണുള്ളത്. ഇവിടെ 1 വരാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് ഇവിടെ ഇരിക്കുന്ന എല്ലാ ടേംസിനെയും കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് cos x divided by cos x minus sin x divided by cos x divided by cos x by cos x plus sin x by cos x. എല്ലാ ടേംസിനെയും cos x കൊണ്ട് ഡിവൈഡ് ചെയ്യണം. cos x divided by cos x is 1 minus sin x by cos x is tan x. cos x by cos x is 1 plus sin by cos is tan. So we get tan inverse of 1 minus tan x divided by 1 plus tan x. Now here we have 1 minus tan x divided by 1 plus tan x. Now this 1 is equal to tan pi by 4. Okay, in this equation put a equal to pi by 4 and b equal to x. ഇപ്പോൾ ഈ ഒരു ഇക്വേഷൻ്റെ അകത്ത് എ ഉള്ള സ്ഥലത്ത് പൈ ബൈ 4 ബിക്ക് പകരം എക്സ് കൊടുത്തു കഴിഞ്ഞാൽ ടാൻ പൈ ബൈ 4 മൈനസ് ടാൻ എക്സ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ പൈ ബൈ 4 ടാൻ എക്സ്. Tan pi by 4 is 1 minus tan x divided by 1 plus again tan pi by 4 is 1, so 1 plus 1 into tan b, 1 plus tan b എന്ന് കിട്ടും. അതായത് 1 minus tan b divided by 1 plus tan b, b equal to x, so we get 1 minus tan x divided by 1 plus tan x. So this 1 minus tan x by 1 plus tan x is equal to tan pi by 4 minus tan x divided by 1 plus tan pi by 4 tan x. So that is equal to tan pi by 4 minus x. A illa സ്ഥലത്ത് pi by 4, b ക്ക് പകരം x. Now tan inverse of tan x is x. So tan inverse of tan pi by 4 minus x is pi by 4 minus x. Okay, so simplest form is pi by 4 minus x. തൊട്ട് മുമ്പേ ചെയ്ത ഫസ്റ്റ് പ്രോബ്ലത്തിനെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പ്രോബ്ലം തന്നെയാണ് ഇതും. ഇവിടെ സിംപ്ലിഫൈ ടാൻ ഇൻവേഴ്സ് ഓഫ് എ കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് ഡിവൈഡ് ബൈ ബി കോസ് എക്സ് പ്ലസ് എ സൈൻ എക്സ്. നേരത്തെ ഉപയോഗിച്ച ഇക്വേഷൻസ് തന്നെ നമുക്ക് ഇവിടെയും അപ്ലൈ ചെയ്യാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ ടേം വെച്ചിട്ട് ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും ഡിവൈഡ് ചെയ്യണം. അതായത് എല്ലാ ടേംസിനെയും ബി കോസ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ വി ഗെറ്റ് ടാൻ ഇൻവേഴ്സ് ഓഫ് എ കോസ് എക്സ് ബൈ ബി കോസ് എക്സ് മൈനസ് ബി സൈൻ എക്സ് ബൈ ബി കോസ് എക്സ് ഡിവൈഡഡ് ബൈ b cos x divided by b cos x plus a sin x divided by b cos x. അപ്പോൾ ഇവിടെ cos x ക്യാൻസൽ ചെയ്ത് പോകും, a by b എന്ന് കിട്ടും. മൈനസ് b ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും, sin x by cos x tan x. അതുപോലെ ഇവിടെയും b ക്യാൻസൽ ചെയ്ത് പോകും, cos x ക്യാൻസൽ ചെയ്ത് പോകും, 1 എന്ന് കിട്ടും. ഇവിടെ a by b sin by cos is tan x എന്ന് കിട്ടും. tan inverse of a by b minus tan x divided by 1 plus a by b tan x. Now this is of the form tan inverse of x minus y divided by 1 plus xy. X minus y divided by 1 plus xy. That is equal to tan inverse x minus tan inverse y. X is a by b, y is tan x. So tan inverse x minus tan inverse y, that is tan inverse a by b minus tan inverse tan x. Now tan inverse of tan x is x. So this is equal to tan inverse a by b minus x. Okay, so simplest form is tan inverse a by b minus x. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് b cos x കൊണ്ട് എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇത് ഈ ഇക്വേഷൻ്റെ RHS പോലെ വരും. tan inverse of x minus y divided by 1 plus xy.
ദാറ്റ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് എക്സ് മൈനസ് ടാൻ ഇൻവേഴ്സ് വൈ. നേരെ തിരിച്ചാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. തേർഡ് വൺ, റൈറ്റ് ഇൻ സിംപ്ലസ്റ്റ് ഫോം ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ എ. അപ്പോൾ ഇതുപോലെ എക്സ്പ്രഷൻ വന്നാൽ നമ്മൾ കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ പാർട്ട് 6 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 1 മൈനസ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു സൈൻ തീറ്റ ഓർ കോസ് തീറ്റ. ഇത് 1 സ്ക്വയറിന് പകരം എ സ്ക്വയർ ആണെങ്കിൽ എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഓർ എ കോസ് തീറ്റ. ഇപ്പോൾ ഇവിടെ എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, സോ പുട്ട് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ ഓർ എ കോസ് തീറ്റ. അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ, എക്സ് ഉള്ള സ്ഥലത്ത് എ സൈൻ തീറ്റ. So tan inverse of a sin theta divided by root of a square, x replace x by a sin theta, x square is a square sin square theta. From denominator we can take a square outside, root of a square is a. So this is equal to tan inverse of a sin theta divided by a into root of 1 minus sin square theta. a square root in പുറത്തേക്ക് പോയി, അപ്പോൾ a ആണ്, root of a square is a. അപ്പോൾ ഇവിടെ a എന്ന് എഴുതണം. ഇനി റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് 1 മൈനസ് സൈൻ സ്ക്വയർ തീറ്റ ഇസ് കോസ് സ്ക്വയർ തീറ്റ. സോ റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ, റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ ഇസ് കോസ് തീറ്റ. നൗ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ഇസ് ടാൻ തീറ്റ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് ടാൻ തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു തീറ്റ. ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ. സോ എക്സ് ബൈ എ ഈക്വൽ ടു സൈൻ തീറ്റ, തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. സോ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. ഓക്കെ, ഇത് ബ്രാക്കറ്റിൽ എഴുതി വെക്കണം, അല്ലെങ്കിൽ കുറേ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇത് മറന്നു പോകും, ഇതെങ്ങനെയാണ് ഇങ്ങനെ കിട്ടിയെന്ന് തോന്നും. അപ്പോൾ ഇതാണ് റീസൺ. എക്സ് ഈക്വൽ ടു എ സൈൻ തീറ്റ, എക്സ് ബൈ എ ഈക്വൽ ടു സൈൻ തീറ്റ. സോ തീറ്റ ഈക്വൽ ടു സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എ. സോ ദിസ് ഇസ് ദ സിംപ്ലസ്റ്റ് ഫോം, സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ബൈ എ. Now fourth one, write in simplest form tan inverse 3a square x minus x cube divided by a cube minus 3ax square, a greater than 0 minus a by root 3 less than or equal to x less than or equal to a by root 3. ഇപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിച്ച ഇക്വേഷൻ നിങ്ങൾക്ക് ഓർമ്മ വരും. tan 3 തീറ്റ ഈക്വൽ ടു 3 tan തീറ്റ മൈനസ് ടാൻ ക്യൂബ് തീറ്റ ഡിവൈഡ് ബൈ 1 മൈനസ് 3 ടാൻ സ്ക്വയർ തീറ്റ. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ എക്സിന് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാകും. നമുക്ക് പെട്ടെന്ന് എക്സ് ഈക്വൽ ടു ടാൻ തീറ്റ എന്ന് തോന്നും, പക്ഷേ ഇവിടെ ഒരു എ സ്ക്വയറും കൂടി ഉള്ളത് കൊണ്ട് നമ്മൾ എക്സിന് കൊടുക്കേണ്ട സബ്സ്റ്റിറ്റ്യൂഷൻ എ ടാൻ തീറ്റ. ഓക്കെ, പുട്ട് എക്സ് ഈക്വൽ ടു എ ടാൻ തീറ്റ. സോ ടാൻ ഇൻവേഴ്സ് ഓഫ് 3a square x minus x cube divided by a cube minus 3ax square is equal to tan inverse of x replace x by a tan theta. So 3a square a tan theta minus x cube, that is a tan theta whole cube, divided by a cube minus 3a into x square. X is a tan theta, so a tan theta whole square. Now this is equal to tan inverse of 3a square into a square into a is a cube. So 3a cube tan theta minus a tan theta whole cube is a cube into tan cube theta, divided by a cube minus 3a into a square tan square theta. A into a square is a cube, tan theta square is tan square theta. Now from numerator we can take a cube outside, and from denominator a cube is common, we can take a cube outside. So tan inverse of a cube by a cube, 3 tan theta minus tan cube theta divided by 1 minus 3 tan square theta. Now we can cancel this a cube. So tan inverse of, and this bracket is tan 3 theta. So tan inverse of tan 3 theta, which is equal to 3 theta, and we have x is a tan theta. So x by a equal to tan theta. So theta equal to tan inverse of x by a. So answer is 3 tan inverse x by a. So this is the simplest form. Now fifth one, write in simplest form tan 1 by 2 sin inverse of 2x divided by 1 plus x square plus cos inverse of 1 minus y square divided by 1 plus y square. Modulus of x less than 1, y greater than 0 and xy less than 1. ഇപ്പോൾ ഈ ഇക്വേഷൻ കാണുമ്പോൾ തന്നെ സൈൻ 2 തീറ്റയുടെ ഇക്വേഷൻ നമുക്ക് ഓർമ്മ വരണം. സൈൻ 2 തീറ്റ ഇസ് 2 ടാൻ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. ഇത് കാണുമ്പോഴോ കോസ് 2 തീറ്റ. കോസ് 2 തീറ്റ ഇസ് 1 മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ. അപ്പോൾ ആ ഇക്വേഷൻ നമുക്ക് ഓർമ്മ വരും. സോ പുട്ട് എക്സ് ഈക്വൽ ടു, ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് പകരം എന്താ കൊടുക്കേണ്ടത്, ടാൻ തീറ്റ. So sin inverse of 2x divided by 1 plus x square. X is tan theta. So 2 tan theta divided by
1 plus tan square theta. Now this is sine 2 theta. So sine inverse of sine 2 theta, which is equal to 2 theta. Okay, and theta is tan inverse x. So 2 into tan inverse x. And here we can tan phi. So y is tan phi. Cos inverse of 1 minus y square divided by 1 plus y square equal to cos inverse of 1 minus tan square phi divided by 1 plus tan square phi. That's equal to cos inverse of cos 2 phi, which is equal to 2 phi, which is equal to 2 tan inverse y. So we have this sine inverse 2x by 1 plus x square is equal to 2 tan inverse x. Cos inverse of 1 minus y square divided by 1 plus y square is equal to 2 tan inverse y. So this expression is equal to tan 1 by 2 tan inverse x plus 2 tan inverse y. Taking 2 outside, okay, then 2 by 2 is 1. So tan of tan inverse x plus tan inverse y. Now what is tan inverse x plus tan inverse y? That is equal to tan inverse of x plus y divided by 1 minus xy. So this is equal to tan inverse vannu. അപ്പോൾ ഇത് പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. അപ്പോൾ എന്താ കിട്ടുന്നത്? x plus y divided by 1 minus xy. Okay, this is the simplest form. Now sixth one, prove that tan inverse root x equal to 1 by 2 cos inverse 1 minus x divided by 1 plus x. X belongs to closed interval 0, 1. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത് root x ആണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഇത് കാണുമ്പോൾ തന്നെ അറിയാം എക്സിന് പകരം നമ്മൾ ടാൻ സ്ക്വയർ വൈ കൊടുത്താൽ ഇത് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 1 മൈനസ് ടാൻ സ്ക്വയർ വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ വൈ, അത് കോസ് 2y എക്സ്പ്രഷനാണ്. ഇപ്പോൾ ഇവിടെ എക്സ് ഉണ്ടാകുമ്പോൾ നമ്മൾ എക്സിന് ടാൻ എക്സ് പോലെ അല്ലെങ്കിൽ എക്സിന് ടാൻ സ്ക്വയർ എക്സ് പോലെ എടുക്കാൻ പാടില്ല, വേറെ വേരിയബിൾ എടുക്കണം. എക്സ് ഈക്വൽ ടു ടാൻ സ്ക്വയർ വൈ, വേരിയബിൾ മാറ്റണം. ഓക്കെ, എക്സ് ഈക്വൽ ടു ടാൻ സ്ക്വയർ വൈ ഓർ റൂട്ട് എക്സ് ഈക്വൽ ടു ടാൻ വൈ. ആർ എച്ച് എസ് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ എൽ എച്ച് എസിലേക്ക് എത്തും. ആർ എച്ച് എസ് ഇസ് 1 by 2 cos inverse 1 minus x divided by 1 plus x. That is equal to 1 by 2 cos inverse of 1 minus x. X is equal to tan square y. So 1 minus tan square y divided by 1 plus x. That is 1 plus tan square y. 1 minus tan square y divided by 1 plus tan square y is cos 2y. So this is equal to 1 by 2 cos inverse of cos 2y. Now what is cos inverse of cos 2y? 2y. So 1 by 2 2y, that is equal to y. And what is y? Y equal to tan inverse of root x. So we get tan inverse root x, which is equal to LHS. Hence the proof. Now seventh one, prove that tan inverse of root of 1 plus x minus root of 1 minus x whole divided by root of 1 plus x plus root of 1 minus x equal to pi by 4 minus 1 by 2 cos inverse x minus 1 by root 2 less than or equal to x less than or equal to 1. ഇവിടെ നമ്മൾ ഒരു പുതിയ സബ്സ്റ്റിറ്റ്യൂഷൻ പഠിക്കും. റൂട്ട് ഓഫ് എ മൈനസ് എക്സ് ഓർ റൂട്ട് ഓഫ് എ പ്ലസ് എക്സ് ഇതുപോലത്തെ എക്സ്പ്രഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എ കോസ് ടു തീറ്റ. ഓക്കെ, ഇവിടെ എ 1 ആണ്. എ പ്ലസ് എക്സ് എ മൈനസ് എക്സ്, എ ഇസ് 1. സോ റൂട്ട് ഓഫ് 1 പ്ലസ് എക്സ് റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് എക്സ് ഈക്വൽ ടു എ കോസ് ടു തീറ്റ. അപ്പം ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് സിംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റും. സോ എക്സ് ഈക്വൽ ടു cos 2 theta. Here a is 1. So 1 into cos 2 theta, cos 2 theta. So this expression is equal to root of 1 plus cos 2 theta minus root of 1 minus cos 2 theta divided by root of 1 plus cos 2 theta plus root of 1 minus cos 2 theta. നമുക്ക് cos 2 തീറ്റയ്ക്ക് 4 ഇക്വേഷൻസ് ഉണ്ട്. ഇവിടെ നമ്മൾ 2 ഇക്വേഷൻസ് ഉപയോഗിക്കും. cos 2 theta equal to 1 minus 2 sin square theta and cos 2 theta equal to 2 cos square theta minus 1. Now from first equation, taking this minus 2 sin square theta to LHS and take this cos 2 theta to RHS, we get 2 sin square theta equal to 1 minus cos 2 theta. Now from second equation, take this minus 1 to LHS, 1 plus cos 2 theta equal to 2 cos square theta. അപ്പോൾ ഇതുപോലെ രണ്ട് ഇക്വേഷൻ കിട്ടും. 1 plus cos 2 theta is 2 cos square theta. 1 minus cos 2 theta is 2 sin square theta. ഈ രണ്ട് ഇക്വേഷൻ നമുക്കിവിടെ ആവശ്യമുണ്ട്. സോ LHS equal to
tan inverse of root of 1 plus cos 2 theta minus root of 1 minus cos 2 theta divided by root of 1 plus cos 2 theta plus root of 1 minus cos 2 theta. This is equal to 1 plus cos 2 theta ക്ക് പകരം 2 cos square theta എഴുതണം. 1 minus cos 2 theta ക്ക് പകരം നമ്മൾ എന്താ എഴുതേണ്ടത്? 2 sin square theta. So this is equal to root of 2 cos square theta minus root of 2 sin square theta divided by root of 2 cos square theta plus root of 2 sin square theta. അപ്പോൾ ഇവിടെ 2 നമുക്ക് പുറത്തേക്ക് വെക്കാം. റൂട്ട് എന്ന് പുറത്ത് വരുമ്പോൾ √2 വരും. ന്യൂമറേറ്ററിലും √2 വരും. ഡിനോമിനേറ്ററിൽ നിന്ന് √2 പുറത്ത് വെക്കാം. ആ √2 ക്യാൻസൽ ചെയ്ത് പോകും. റൂട്ട് ഓഫ് കോസ് സ്ക്വയർ തീറ്റ കോസ് തീറ്റ, റൂട്ട് ഓഫ് സൈൻ സ്ക്വയർ തീറ്റ സൈൻ തീറ്റ, അതുപോലെ ഡിനോമിനേറ്ററിൽ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ എന്ന് വരും. ഓക്കെ, ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ ടേം കൊണ്ട് എല്ലാ ടേമിനെയും ഡിവൈഡ് ചെയ്യും. കോസ് തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ ഡിവൈഡ് ബൈ കോസ് തീറ്റ ബൈ കോസ് തീറ്റ പ്ലസ് സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. സോ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ്, ഇവിടെ എന്താ വരുന്നത്? ടേം ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 വരും. 1 മൈനസ് ടാൻ തീറ്റ ഡിവൈഡഡ് ബൈ 1 പ്ലസ് tan theta. Tan inverse of 1 minus tan theta divided by 1 plus tan theta. Now this 1 is tan pi by 4. So this is tan pi by 4 minus tan theta divided by 1 plus tan pi by 4 into tan theta. Okay, ഈ 1ന് tan pi by 4 എന്ന് എഴുതാൻ പാടില്ല. ഇവിടെ 1 into tan theta എന്ന് വിചാരിച്ചിട്ട് ഇവിടെ 1നെ tan pi by 4 എന്ന് മനസ്സിൽ കാണണം. tan pi by 4 minus tan theta divided by 1 plus tan pi by 4 tan theta, which is equal to tan of pi by 4 minus theta. ഓക്കെ, ഇതിന് നമ്മൾ എഴുതേണ്ടത് എന്താണ്? tan of pi by 4 minus theta. മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മളത് നോക്കിയിട്ടുണ്ട്. സോ ദിസ് ഇസ് ഈക്വൽ ടു tan ഇൻവേഴ്സ് ഓഫ് tan pi by 4 minus theta, which is equal to tan ഇൻവേഴ്സ് tan വന്നു. സോ ആൻസർ ഇസ് pi by 4 minus theta. ഓക്കെ, നൗ തീറ്റ നമ്മൾ കണ്ടുപിടിക്കണം. x ഈക്വൽ ടു cos 2 theta. ഇതാണ് നമ്മുടെ സബ്സ്റ്റിറ്റ്യൂഷൻ. സോ 2 theta ഈക്വൽ ടു cos ഇൻവേഴ്സ് ഓഫ് x. So theta equal to cos inverse of x divided by 2. So answer is pi by 4 minus 1 by 2 into cos inverse of x, which is equal to RHS. Problem 8. Write in simplest form tan inverse cos x divided by 1 minus sin x minus pi by 2 less than x less than 3 pi by 2. അപ്പോൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമ്മൾ ഈ 3 ഇക്വേഷൻസ് ഉപയോഗിക്കും. നമ്മൾ ഫസ്റ്റ് ഇയർ നന്നായിട്ട് പഠിച്ചിട്ടുള്ള ഇക്വേഷൻസ് ആണിത്. cos 2x equal to cos square x minus sin square x. Cos square x plus sin square x is 1 and sin 2x equal to 2 sin x cos x. ഓക്കെ, ഈ ഇക്വേഷൻസ് 3 നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. tan inverse of cos x by 1 minus sin x. അപ്പോൾ ഇതിനെ ഈ cos xനെ ഈ ഇക്വേഷൻ ഉപയോഗിക്കണം. cos 2x equal to cos square x minus sin square x. ഹാഫ് ആംഗിളിലേക്ക് കൊണ്ടുവരിക. എക്സിന് പകരം x by 2 കൊടുത്തു കഴിഞ്ഞാൽ cos x equal to cos square x by 2 minus sin square x by 2. ഈ ഇക്വേഷൻ കിട്ടും. cos xന് പകരം നമ്മൾ എഴുതേണ്ടത് cos square x by 2 minus sin square x by 2. ഇനി ഇവിടെ ഇരിക്കുന്ന ഈ 1 equal to 1 is cos square x plus sin square x. Replace x by 2. Cos square x by 2 plus sin square x by 2 is 1. So write this 1 as cos square x by 2 plus sin square x by 2. Okay. ഇനി sin x, അവിടെ നമ്മൾ ഈ ഇക്വേഷൻ ഉപയോഗിക്കും. sin 2x equal to 2 sin x cos x. Replace x by 2. എക്സിന് പകരം x by 2 കൊടുത്തു കഴിഞ്ഞാൽ sin x equal to 2 sin x by 2 cos x by 2. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റ് ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ദിസ് ഇസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ. അപ്പോൾ നമ്മളിതിനെ എങ്ങനെ എഴുതാം? എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി ആയിട്ട് എഴുതാം. അതുപോലെ ഇവിടെ നോക്കിയേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2 ഇൻറ്റു എ ഇൻറ്റു ബി. എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ, അതായത് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. സോ ദിസ് ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഇൻറ്റു കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2. നൗ ഡിനോമിനേറ്റർ ഇസ് കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. ഇപ്പോൾ ഇവിടെ cos x by 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഒരു ടേം ഇവിടെ ക്യാൻസൽ ചെയ്ത് പോകും. ഇപ്പോൾ ഇവിടുത്തെ ഈ ടേമും ഇവിടെ cos x by 2 മൈനസ് സൈൻ എക്സ് ബൈ 2 രണ്ട് ടേംസ് ഉണ്ട്. ഒരു cos x by 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോകും. റിമൈനിങ് ടേംസ് ആർ cos x by 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഡിവൈഡഡ് ബൈ cos x by 2 minus sin x by 2. So we get tan inverse of
cos x by 2 plus sin x by 2 divided by cos x by 2 minus sin x by 2. അപ്പോൾ ഇങ്ങനെ ഒരു എക്സ്പ്രഷൻ വന്നാൽ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്താ ചെയ്യേണ്ടത്? cos x by 2 കൊണ്ട് എല്ലാ ടേംസിനെയും ഡിവൈഡ് ചെയ്യണം. So we get 1 plus tan x by 2 divided by 1 minus tan x by 2. അപ്പോൾ ഇതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതേണ്ടത്? 1 is tan pi by 4. Tan pi by 4 plus tan x by 2 divided by 1 minus tan pi by 4 into tan x by 2. അപ്പോൾ അത് ഏതിൻ്റെ എക്സ്പ്രഷനാ? tan pi by 4 plus x by 2. So that is equal to tan inverse of tan pi by 4 plus x by 2. Okay, now tan inverse of tan വന്നു. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? ആൻസർ pi by 4 plus x by 2. So pi by 4 plus x by 2. So this is the simplest form. Now ninth one, write in simplest form cot inverse of root of 1 plus sin x plus root of 1 minus sin x divided by root of 1 plus sin x minus root of 1 minus sin. അപ്പോൾ നമ്മൾ ആദ്യം ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്തെടുക്കും. റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ്. അപ്പോൾ ഈ 1ന് പകരം നമ്മൾ തൊട്ട് മുന്നേ നോക്കിയിട്ടുണ്ട്. 1ന് പകരം നമ്മൾ എന്താ ഉപയോഗിച്ചത്? കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2. സൈൻ എക്സിന് നമ്മൾ എന്താ ഉപയോഗിച്ചത്? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. സോ ദിസ് ഇസ് ഈക്വൽ ടു കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. കാരണം എന്താ? the a square b square plus 2ab. So this is a plus b whole square. That is cos x by 2 plus sin x by 2 whole square. ഈ equations ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. So root of 1 plus sin x equal to root of cos x by 2 plus sin x by 2 whole square. ഈ root square രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. So we get cos x by 2 plus sin x by 2. ഇതേപോലെ റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സിനെയും നമ്മൾ സിംപ്ലിഫൈ ചെയ്യണം. ഈ 1ന് പകരം കോസ് സ്ക്വയർ എക്സ് ബൈ 2 പ്ലസ് സൈൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതണം. സൈൻ എക്സിന് പകരം എന്താ എഴുതേണ്ടത്? 2 സൈൻ എക്സ് ബൈ 2 കോസ് എക്സ് ബൈ 2. നൗ ദിസ് ഇസ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab. ദാറ്റ് ഇസ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2 ഹോൾ സ്ക്വയർ. So root of cos x by 2 minus sin x by 2 whole square. So root square പരസ്പരം ക്യാൻസൽ ചെയ്തു പോകും. So we get cos x by 2 minus sin x by 2. അപ്പോൾ ഈ രണ്ട് എക്സ്പ്രഷനും നമുക്ക് ഇതുപോലത്തെ ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവന്നു. റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് ഈക്വൽ ടു കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2. സോ എൽ എച്ച് എസ് ഈക്വൽ ടു ഇതിൻ്റെ സിംപ്ലിഫൈ ചെയ്യുന്നത് നമ്മൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ റൂട്ട് ഓഫ് 1 പ്ലസ് സൈൻ എക്സിന് പകരം കോസ് എക്സ് ബൈ 2 പ്ലസ് സൈൻ എക്സ് ബൈ 2. റൂട്ട് ഓഫ് 1 മൈനസ് സൈൻ എക്സ് കോസ് എക്സ് ബൈ 2 മൈനസ് സൈൻ എക്സ് ബൈ 2. അതുപോലെ ഡിനോമിനേറ്ററിലും കൊടുക്കാം. ഇവിടെ ഇപ്പോൾ നോക്കിയേ സൈൻ എക്സ് ബൈ 2 ഉണ്ട്, അത് പ്ലസ് ആണ്. ഇവിടെ മൈനസ് സൈൻ എക്സ് ബൈ 2, അത് രണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. കോസ് എക്സ് ബൈ 2 പ്ലസ് കോസ് എക്സ് ബൈ 2 ഇസ് 2 കോസ് എക്സ് ബൈ 2. ഡിനോമിനേറ്ററിൽ കോസ് എക്സ് ബൈ 2 മൈനസ് കോസ് എക്സ് ബൈ 2 ക്യാൻസൽ ചെയ്ത് പോകും. sin x by 2 minus into minus is plus plus sin x by 2. So denominator is 2 sin x by 2. So cot inverse of 2 cos x by 2 divided by 2 sin x by 2. 2 cancel ചെയ്തു പോകും. cos by sin. എന്താ cos by sin? cot. So cot inverse of cot x by 2. cot inverse of cot വന്നു. cot inverse of cot x is x. cot inverse of cot x by 2 is x by 2. So simplified form x by 2. Now next is 10th one. Simplify tan inverse x by y minus tan inverse x minus y divided by x plus y. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് നമ്മൾ കൊണ്ടുവരണം. ഇതിൻ്റെ സിംപ്ലസ്റ്റ് ഫോം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന ഇക്വേഷൻ tan inverse x minus tan inverse y equal to tan inverse of x minus y divided by 1 plus xy. ഇത് ആ ഫോമിലാണ് ഇരിക്കുന്നത്. tan inverse x, ഇതിനെ നമ്മൾ x ആയിട്ട് കൺസിഡർ ചെയ്യുക, മൈനസ് tan inverse y. ഓക്കെ, tan inverse x മൈനസ് tan inverse y. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഇക്വേഷനാണ്. tan inverse ഓഫ് എന്താ കിട്ടുന്നത്? tan inverse ഓഫ് എക്സ് മൈനസ് വൈ ഡിവൈഡ് ബൈ 1 പ്ലസ് എക്സ് വൈ. എക്സ് ഉള്ള സ്ഥലത്ത് എക്സ് ബൈ വൈ കൊടുക്കണം. ഈ വൈ ഉള്ള സ്ഥലത്ത് എക്സ് മൈനസ് വൈ ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ കൊടുക്കണം. സോ ദിസ് എക്സ്പ്രഷൻ ഈക്വൽ ടു tan inverse ഓഫ് ന്യൂമറേറ്ററിൽ വരുന്നത് എക്സ് മൈനസ് വൈ. That is x by y minus x minus y divided by x plus y divided by denominator എന്താ വരേണ്ടത്? 1 plus x into y. That is 1 plus this is x by y ഇതാണ് നമ്മുടെ y, x minus y divided by x plus y.
ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ എടുക്കുന്നത് y ഇൻറ്റു എക്സ് പ്ലസ് വൈ. അപ്പോൾ ഈ ടേമിനെ ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് വൈ മൈനസ് എക്സ് മൈനസ് വൈ ഇൻറ്റു വൈ എന്ന് വരും. അതുപോലെ ഡിനോമിനേറ്ററിൽ y ഇൻറ്റു എക്സ് പ്ലസ് വൈ ഡിനോമിനേറ്റർ ആയിട്ട് എടുക്കാം. 1 ഇൻറ്റു വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് വൈ ആയിട്ട് വരും. ഇതാണ് ന്യൂമറേറ്റർ. Denominator 1 into y into x plus y, that is y into x plus y plus x into x minus y divided by y into x plus y. Now here y into x plus y, ഇവിടെയും y into x plus y. അപ്പോൾ ഈ ഡിനോമിനേറ്റർ നമുക്ക് ക്യാൻസൽ ചെയ്യാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യണം. x into x is x square, x into y is xy minus y into x, that is xy minus into minus is plus y square. So numerator is x square plus xy minus xy plus y square. ഇങ്ങനെയാണ് ന്യൂമറേറ്റർ കിട്ടുന്നത്. ഡിനോമിനേറ്റർ നോക്കിയേ, x ഇൻറ്റു വൈ എക്സ് വൈ പ്ലസ് വൈ ഇൻറ്റു വൈ വൈ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ മൈനസ് എക്സ് വൈ ഇതുപോലെ കിട്ടും. ഇപ്പോൾ ഇവിടെ ന്യൂമറേറ്ററിൽ എക്സ് വൈ മൈനസ് എക്സ് വൈ 0, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. അതുപോലെ ഡിനോമിനേറ്ററിൽ എക്സ് വൈ മൈനസ് എക്സ് വൈ ക്യാൻസൽ ചെയ്ത് പോകും. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വരും. That's equal to tan inverse of x square plus y square divided by x square plus y square. The term cancel ചെയ്ത് പോകും. So we get tan inverse of 1. And what is tan inverse of 1? Pi by 4. Okay. 11. That's the first one. If x belongs to closed interval minus 1, 1, then sin inverse x plus cos inverse x equal to dash. Second one, if sin of sin inverse 1 by 5 plus cos inverse x equal to 1, then find the value of x. Find the domain of the function f of x equal to sin inverse x plus 1. Or improvement 2020. ഇതിൽ ചോദിച്ച പ്രോബ്ലമാണിത്. 3 പ്രോബ്ലംസ് വന്നിട്ടുണ്ട്. 4 മാർക്കിൻ്റെ പ്രോബ്ലമാണ്. 1 to 1 4 മാർക്കിൻ്റെ പ്രോബ്ലമാണിത്. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഇസ് ഈക്വൽ ടു പൈ ബൈ 2. ഓക്കെ, ആ ആൻസർ നമുക്കറിയാം. ഇനി രണ്ടാമത്തെ പ്രോബ്ലം, അതും വളരെ സിമ്പിളാണ്. സൈൻ ഓഫ് സൈൻ ഇൻവേഴ്സ് 1 by 5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു 1. ഇപ്പോൾ സൈനിനെ ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ സൈൻ ഇൻവേഴ്സ് 1 എന്ന് കിട്ടും. സൈൻ ഇൻവേഴ്സ് 1 ഇസ് പൈ ബൈ 2. ഇനി നമ്മൾ ഈ പ്രോപ്പർട്ടി ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. ഈ പ്രോപ്പർട്ടി ഒന്ന് നോക്കിയേ, സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? സൈൻ ഇൻവേഴ്സ് 1 by 5 പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. ഇപ്പോൾ ഈ എക്സ് ഉള്ളത് എന്താണോ അത് തന്നെയായിരിക്കും ഇവിടെ ഉണ്ടാവുക. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് കോസ് ഇൻവേഴ്സ് എക്സ് ഈക്വൽ ടു പൈ ബൈ 2. അപ്പോൾ എക്സ് എന്തായിരിക്കും? 1 by 5. സോ ആൻസർ ഇസ് 1 by 5. ഇനി അതിൽ മൂന്നാമത്തെ പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത് ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1. അപ്പോൾ നമുക്ക് ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് അറിയാം. ദാറ്റ് ഇസ് ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് 1, 1. ഡൊമെയിൻ ഓഫ് സൈൻ ഇൻവേഴ്സ് എക്സ് ഇസ് ക്ലോസ്ഡ് ഇൻറ്റർവൽ മൈനസ് 1, 1. When we shift graph of sin inverse x horizontally towards left 1 unit, we get sin inverse x plus 1. Sin inverse xനെ ഹൊറിസോണ്ടൽ ആയിട്ട് ലെഫ്റ്റിലേക്ക് ഒരു യൂണിറ്റ് മൂവ് ചെയ്യണം. അന്നേരം നമുക്ക് കിട്ടുന്ന ഗ്രാഫാണ് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1. അപ്പോൾ അതിൻ്റെ ഡൊമെയിൻ ഒരു യൂണിറ്റ് ഇങ്ങോട്ടേക്ക് പോകും. അതായത് -1 -1 -2 ആകും. 1 1 - 1 0 ആയിട്ട് വരും. ഓക്കെ, നമുക്കിത് ജിയോജിബ്ര ഉപയോഗിച്ചുകൊണ്ട് വെരിഫൈ ചെയ്ത് നോക്കാം. ജിയോജിബ്ര ഫയൽ തുറന്നിട്ടുണ്ട്. ഇത് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫാണ്. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടാൻ നമ്മൾ ഇൻപുട്ട് ബാറിൽ എ സൈൻ എക്സ് എന്ന് കൊടുക്കണം. എ സൈൻ എക്സ്. അപ്പോൾ നമുക്ക് ഇതുപോലെ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഗ്രാഫ് കിട്ടും. ഇനി നമുക്കറിയാം സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ ക്ലോസ്ഡ് ഇൻറ്റർവൽ -1, 1. ഓക്കെ, ഇവിടെ നിന്ന് ഈ വരുന്ന എക്സ് വാല്യൂ -1, ഇവിടെ വരുന്ന എക്സ് വാല്യൂ 1, മാക്സിമം എക്സ് വാല്യൂ 1. ഓക്കെ, -1 to 1. ഡൊമെയിൻ ഇസ് ക്ലോസ്ഡ് ഇൻറ്റർവൽ -1, 1. ഇതാണ് സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡൊമെയിൻ, ക്ലോസ്ഡ് ഇൻറ്റർവൽ -1, 1. ഇനി നമ്മൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1 വരക്കാൻ വേണ്ടിയിട്ട് എയുടെ വാല്യൂ മാറുന്ന പോലെ നമുക്ക് ഡിഫറെൻ്റ് ആയ ഗ്രാഫ് കിട്ടും. സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് എയുടെ ഗ്രാഫ് കിട്ടും. ഓക്കെ, അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇൻപുട്ട് ബാറിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എ എന്ന് കൊടുക്കണം. എഫ് ഓഫ് എക്സ് പ്ലസ് എ, എക്സ് പ്ലസ് എ. ലാബ് 2-ൽ നമ്മളിത് ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഷിഫ്റ്റിംഗ് ഓഫ് ഗ്രാഫ്സ്. ഇപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫാണ്. എ 1 ആയതുകൊണ്ട് സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫാണ് ഇവിടെ കിട്ടുന്നത്. ഇനി നിങ്ങൾ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 1ൻ്റെ ഗ്രാഫ് ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കിയേ. അതിൻ്റെ ഡൊമെയിൻ എന്താ? ഇവിടുന്ന് ഇവിടം വരെയാണ് ഗ്രാഫ് ഇരിക്കുന്നത്. ഈ ഒരു പാർട്ടാണ് -2 to 0.
So domain of sin inverse x plus 1 is closed interval -2, 0. നമ്മൾ എയുടെ വാല്യൂ 2ലേക്ക് കൊണ്ടുവന്നാൽ പോസിറ്റീവ് വാല്യൂ എടുക്കുമ്പോൾ ലെഫ്റ്റിലേക്കാണ് ഗ്രാഫ് മൂവ് ചെയ്യുന്നത്. ഹൊറിസോണ്ടലി ലെഫ്റ്റ്. ഷിഫ്റ്റിംഗ് ഇസ് ടുവേർഡ്സ് ഹൊറിസോണ്ടലി ലെഫ്റ്റ്. ഇപ്പോൾ നമ്മൾ എ ഈക്വൽ ടു 2 എടുത്താൽ സൈൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് 2 ആണെങ്കിൽ അതിൻ്റെ ഡൊമെയിൻ വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -3 -1. ഒന്ന് ഇങ്ങോട്ടേക്ക് ചാടും. 3 വരുമ്പോൾ നോക്കിയേ, എ ഇസ് 3, ഡൊമെയിൻ ഇസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -4 -2. റേഞ്ച് മാറുന്നില്ല, റേഞ്ച് ഇസ് ക്ലോസ്ഡ് ഇൻ്റർവൽ -π/2 π/2 തന്നെയാണ്. എയുടെ വാല്യൂ പോസിറ്റീവ് ആകുമ്പോൾ ഹൊറിസോണ്ടലി ലെഫ്റ്റ് സൈഡിലേക്കും എ നെഗറ്റീവ് വരുമ്പോൾ ഹൊറിസോണ്ടലി റൈറ്റ് സൈഡിലേക്കാണ് ഷിഫ്റ്റ് വരുന്നത്. ഹൊറിസോണ്ടൽ ഷിഫ്റ്റിൽ അതിൻ്റെ ഡൊമെയിനിൽ വരുന്ന മാറ്റം ഇങ്ങനെയാണ്. -1 1 ആണ് നമ്മുടെ ഒറിജിനൽ ഗ്രാഫിൻ്റെ ഡൊമെയിൻ. ന്യൂ ഗ്രാഫിൻ്റെ ഷിഫ്റ്റ് ചെയ്ത ശേഷം കിട്ടുന്ന ഗ്രാഫിൻ്റെ ഡൊമെയിൻ വരുന്നത് ക്ലോസ്ഡ് ഇൻ്റർവൽ -1 -a 1 -a. ഇപ്പോൾ a 1 വരുമ്പോൾ -1 -1 -2 വരും, 1 -1 0 വരും. ക്ലോസ്ഡ് ഇൻ്റർവൽ -2 0. ഇതൊരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ പ്രോബ്ലം വന്നാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. എയുടെ വാല്യൂ എന്താണെന്ന് നോക്കിയാൽ മതി. ഇവിടെ a 1 ആണ്. -1 -1 is -2, 1 -1 is 0. So domain is closed interval -2 0. ഗ്രാഫ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇതുപോലെ വരുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. സോ ഡൊമെയിൻ ഓഫ് sin inverse x plus 1 is closed interval -2 0. Here horizontal shift is towards left. അപ്പോൾ ഇവിടെ നമ്മൾ 11 പ്രോബ്ലംസ് ചെയ്തു. എല്ലാ പ്രോബ്ലംസും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാ പ്രോബ്ലംസും നോട്ടിൽ എഴുതിയിട്ട് നന്നായിട്ട് പഠിച്ചിട്ട് വെക്കണം. ഓക്കെ, താങ്ക് യു.